ഇൻഫോസിസിന്റെ മുൻ സിഇഒ നാരായൺ മൂർത്തി പറഞ്ഞത് ഒരു ആഴ്ചയിൽ 72 മണിക്കൂറെങ്കിലും തൊഴിലെടുക്കണം, 6 ദിവസം തൊഴിലെടുക്കണം. അത് കഴിഞ്ഞപ്പോ LNTയുടെ സിഇഒ അയാൾ പറയുന്നത് ഒരു ആഴ്ചയിൽ 90 മണിക്കൂർ തൊഴിലെടുക്കണം, ഞായറാഴ്ചയും തൊഴിലെടുക്കണം, അവധി ദിവസം ഒന്നും ഉണ്ടായിക്കൂടാ. ആ ദിശയിലോട്ടാണ് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു തടയിടാൻ നമ്മൾക്ക് മാത്രമേ സാധിക്കും. അതാണ് അഖിലേന്ത്യാ കിസാൻ സഭയും സംയുക്ത കിസാൻ മോർച്ചയും കർഷകരും തൊഴിലാളികളും യോജിച്ച് നടത്തിയ സമരങ്ങൾ. ഒരു വർഷത്തിലധികം 385 ദിവസം നടന്ന സമരം. ഡൽഹിക്ക് ചുറ്റും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ സമരത്തിൽ പങ്കെടുത്തത്. തെരുവിൽ ഒരു വർഷത്തിലധികം കൊടും തണുപ്പിലും ചൂടിലും മഴയത്തും കൊടും കാറ്റിലും. കോവിഡ് കാലത്താണ്. ലോകം തന്നെ കോവിഡ് മഹാമാരിയുടെ ഭീതിയിൽ വീടുകളിൽ അടച്ചിരിക്കുമ്പോൾ ലോക്ക്ഡൌൺ കാലത്ത് കർഷകരെയും തൊഴിലാളികളെയും ലോക്ക്ഡൌണിൽ വെച്ചുകൊണ്ട് കോർപ്പറേറ്റ് കൊള്ളയ്ക്ക് അൺലോക്ക് ഡൌൺ എന്ന സമീപനമായിരുന്നു നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചത്. പക്ഷെ ഈ നയങ്ങൾ നടപ്പിലായാൽ ഇന്ത്യൻ കർഷകർക്കൊരു ഭാവിയില്ല. ഇന്ത്യൻ കർഷകരുടെ കുടുംബങ്ങൾക്ക് ഭാവിയില്ല, കുട്ടികൾക്ക് ഭാവിയില്ല. ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷ വലിയ രീതിയിൽ വെല്ലുവിളി നേരിടേണ്ടി വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യയിലെ പാവപ്പെട്ട കർഷകരും തൊഴിലാളികളും ആ സമരത്തിൽ മുന്നിട്ടിറങ്ങി.